അഡ്വക്കേറ്റ് ജയസൂര്യൻ, നമസ്കാരം. 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 നമ്മുടെ രാജ്യത്ത് വഖഫ് ഒരു വലിയ വിഷയമായി നിലനിൽക്കുകയാണ്. അങ്ങേക്ക് അറിയാമല്ലോ അതിന്റെ വിഷയങ്ങൾ. ഇപ്പൊ ഇതാ JPC വഖഫിന്റെ ഭേദഗതി ബില്ല് JPCക്ക് വിട്ടിരുന്നു ഇന്ത്യൻ പാർലമെന്റ്. അത് JPCയിൽ അത് 10-നെതിരെ 16 വോട്ടുകൾക്ക് ഏതാണ്ട് 14 ഭേദഗതികളോടുകൂടി പാസ്സായി അത് തിരിച്ചു പാർലമെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പാസ്സായ ഭേദഗതികൾ, ഈ 14 ഭേദഗതികൾ അതിനെ സംബന്ധിച്ച് അധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അതൊന്ന് വിശദീകരിക്കാം. പാസ്സായ ഭേദഗതികൾ എല്ലാം തന്നെ BJP ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. ഈ 14 ഭേദഗതികളെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ 14 ഭേദഗതികൾ എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ബോർഡിന്റെ ഘടന എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആക്ഷേപം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോർഡിൽ അമുസ്ലിങ്ങളെ 2 പേര് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി എന്നും 2 വനിതകളെ ഉൾപ്പെടുത്തി എന്നും സുന്നി അല്ലാത്ത ആൾക്കാർക്ക്, മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അതിൽ അംഗത്വം കൊടുക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഈ വിഷയം നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ദേവസ്വം ബോർഡ്, വഖഫ് ബോർഡ് എന്നുള്ള താരതമ്യം പോലെ ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്നത് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങൾ, അതാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. എങ്കിൽ വഖഫ് ബോർഡ് അങ്ങനെയല്ല. വഖഫ് ബോർഡ് മുസ്ലിം പള്ളികൾക്കുള്ളിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ബോർഡല്ല, മറിച്ച് അത് ട്രസ്റ്റാണ്. അത് എന്ന് പറയുമ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് എന്ന ഒരു നിർവചനമേ അതിന് വരുന്നുള്ളൂ. അതായത് മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ വഖഫായിട്ട്, ദാനമായിട്ട് കൊടുക്കുന്ന ഭൂമിയും വസ്തുക്കളും ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് വഖഫ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതില് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ധാരാളം പേരുടെ, അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല, സർക്കാർ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഇവരുടെയൊക്കെ ഭൂമിയിൽ വഖഫ് അവകാശം ഉന്നയിക്കുമ്പോൾ ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഇരകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും കൂടി വേണം. അതാണ് ശരിക്കും അമുസ്ലിം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം. മറ്റൊന്ന്, എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് അതിൽ കേന്ദ്ര മൈനോറിറ്റി മന്ത്രി വരും, അതേപോലെ ജില്ലാ കളക്ടർ വരും, MP-മാര് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരൊക്കെ മുസ്ലിങ്ങളായിരിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ വഖഫിന്റെ ഒരു ഭൂമി ഒരു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് തർക്കമുണ്ടായി, അവിടുത്തെ കളക്ടർ ഹിന്ദു ആകാം, അവിടുത്തെ MP ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒക്കെ ആകാം, ചുരുക്കി പറഞ്ഞാൽ അമുസ്ലിം ആകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പിന്നീട് നിയമവിദഗ്ധര് ഇതിനകത്ത് വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അത് മുസ്ലിം എന്നും ബലം പിടിക്കാൻ പാടില്ല എന്നുള്ളതിനെയാണ് അമുസ്ലിങ്ങൾ എന്നുള്ള വ്യാഖ്യാനം കൊണ്ടുവരുന്നത്. അതെന്ത് തന്നെ ആവട്ടെ, അമുസ്ലിങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ, അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും അവരെ ഉൾപ്പെടുത്തണം. അതൊരു പൊതുനീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ്. ഏതായാലും അത് പാസ്സായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് വിശദീകരിച്ചതിൽ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോ മുസ്ലിങ്ങളും മറ്റ് സമുദായങ്ങളുമായിട്ട് ചില തർക്കങ്ങൾ വരുമ്പോൾ അങ്ങീ പറഞ്ഞതിന് സാങ്കത്യമുണ്ട്. പക്ഷേ അതുപോലെ ഈ അമുസ്ലിങ്ങളായ ആൾക്കാർക്ക് ഈ വഖഫിന്റെ നിയമപരമായ മറ്റു വിഷയങ്ങൾ, അതിന്റെ ഭരണപരമായ ചുമതലകൾ, അതിൽ അവർക്ക് ഇടം കൊടുക്കുന്നത് ശരിയാണ്? അതിനകത്തൊരു പന്തികേടില്ലേ വാസ്തവത്തിൽ? അതായത് വഖഫ് ബോർഡിനെ നമ്മൾ വഖഫ് ബോർഡായിട്ടും വഖഫ് ട്രിബ്യൂണലായിട്ടും രണ്ടായിട്ടാണ് കാണേണ്ടത്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വഖഫിന്റെ മതനിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് തർക്കങ്ങൾ തീർക്കുന്ന കോടതിയാണ്. ഈ കോടതിയുടെ ഭാഗത്താണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ വരുന്നത്, അല്ലാതെ വഖഫ് ബോർഡിലല്ല. വഖഫ് ബോർഡിൽ വരുന്നത് വനിതകൾ വരും. ഇതുവരെ വനിതകളെ കയറ്റാൻ പാടില്ല എന്നുള്ള നിലപാട്, അത് പറ്റില്ല. സുന്നികൾ മാത്രമേ വഖഫ് ബോർഡിൽ പാടുള്ളൂ, അത് പറ്റില്ല. 27 പ്രഖ്യാപിത ജാതികൾ ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ പോലും മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ജാതി മാത്രമാണ് ഈ സുന്നി. അപ്പൊ ബാക്കിയുള്ളവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം. ഇതൊക്കെയാണ് വഖഫ് ബോർഡിനകത്ത് വരുന്ന ഘടനാപരമായ മാറ്റം. അല്ലാതെ അവിടെ അമുസ്ലിമിന്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത് ശരിയല്ല. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്.
തീർച്ചയായിട്ടും അങ്ങ് വിശദീകരിച്ചത് വളരെ തൃപ്തിയുണ്ട്. ഈ ഇക്കാര്യം എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ JPC-ക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് അവിടെ ഒരു വീഴ്ച സംഭവിക്കുന്നത്? കാരണം ഇത് ബോധ്യപ്പെടുത്തിയാൽ ഈ വിഷയം സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉയർത്തുന്നവർക്ക് അവർക്ക് പരിഹാരമുണ്ടാകും, അവർക്കത് മനസ്സിലാകും. പക്ഷെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നില്ല. എന്താണ് അതിന് കാരണം? അല്ല, വിഷയം അങ്ങനെയല്ല. ഇത് മുസ്ലിം സമൂഹത്തിന് ബോധ്യമുണ്ട്, മുസ്ലിം മത പണ്ഡിതന്മാർക്ക് ബോധ്യമുണ്ട്, മുസ്ലിമിലെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട്, ഇസ്ലാമിക സംഘടനകൾക്ക് ബോധ്യമുണ്ട്, ഇസ്ലാമിക ആധ്യാത്മിക ആചാര്യന്മാർക്കും ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്തത് രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ്. കോൺഗ്രസ്സുകാർക്ക് ബോധ്യമില്ല, CPM-കാർക്ക് ബോധ്യമില്ല, അങ്ങനെ BJP-ക്കെതിരെ നിൽക്കുന്നവർക്ക് ബോധ്യമില്ല. അവരെ ഒരു കാലത്ത് ബോധ്യപ്പെടുത്താനും പറ്റില്ല. അല്ല എങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ നിന്ന് സമരമുണ്ടാകുന്നില്ല, മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ നിന്ന് എതിർപ്പുണ്ടാകുന്നില്ല, മുസ്ലിം സംഘടനകൾ എതിർപ്പുണ്ടാകുന്നില്ല. അവർക്ക് JPC-യുടെ മുമ്പിൽ ഒരു കോടിയിൽ പരം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചവരാണ്. അങ്ങനെയുള്ള ആ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിൽ ഈ പറഞ്ഞ കമ്മിറ്റി JPC അവർക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നതെങ്കിൽ അവർ പ്രതിഷേധിക്കുമായിരുന്നല്ലോ. ഇതിപ്പോ അവര് പ്രതിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിഷേധമില്ല, അവർക്ക് ഈ വസ്തുതകൾ അറിയാം. പിന്നെ മുസ്ലിം സംരക്ഷകരെന്ന് നടിക്കുന്ന ചിലർ, അവരാണ് പ്രതിപക്ഷ രാഷ്ട്രീയം കൈയാളുന്നവരാണ് ഈ പറഞ്ഞ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇതാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല, മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോ കേരളത്തിൽ നമുക്കറിയാം CPM-ഉം കോൺഗ്രസും രണ്ട് മുന്നണികളെ നയിക്കുന്നവരാണ്, LDF, UDF. ഈ രണ്ട് മുന്നണികളും ഏകകണ്ഠമായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് പ്രമേയം പാസാക്കിയത് വഖഫിനെതിരെ, ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന. ഈ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലെ LDF-ഉം UDF-ഉം, കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെയുണ്ട്, പക്ഷെ LDF കേരളത്തിൽ മാത്രമേ ഉള്ളൂ, CPM-ഉം CPI-യും. ഇവരുടെ നിലപാട് എന്തായിരിക്കും? ഇതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? ഇതില് ഇവരുടെ നിലപാട് ആദ്യം ഞാൻ പറയാം. ഇവരുടെ നിലപാട് കേരളത്തിന് പുറത്ത് വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായ നിലപാടെടുക്കും. കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും എല്ലാം, മമതാ ബാനർജി അടക്കം എല്ലാവരും വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായ നിലപാടെടുക്കും. എന്നാൽ കേരളത്തിനകത്തേക്ക് വരുമ്പോൾ അവരൊറ്റക്കെട്ടായിട്ട് പ്രമേയം പാസ്സാകും. കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു കുറുക്കൻ കൂവിപ്പോയി, അതായത് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP. ഉടനെ ബാക്കി കുറുക്കന്മാരെല്ലാം കൂടെ അയാളെ നിശബ്ദനാക്കി. എടാ നീ കുറുക്കനല്ല എന്ന് പിന്നെ പറയേണ്ടി വന്നു. ഉടനെ അയാൾ പിൻവലിച്ചു. കാരണം കേരളത്തിലെ LDF-നെയും UDF-നെയും നയിക്കുന്നത് മുസ്ലിം ലീഗാണ്, LDF-നെയും UDF-നെയും ഒരുപോലെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ കേരളത്തിലെ സംഘടിത മത വോട്ടിന്റെ കീഴിൽ ഇവർക്ക് ഈ നിയമ ഭേദഗതിയെ എതിർത്തേ പറ്റൂ. എന്നാൽ കേരളത്തിന് പുറത്ത് ചെല്ലുമ്പം ഇവർ ഈ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നു. അല്ല എങ്കിൽ കേരളത്തിന് പുറത്തെന്താ സമരമില്ലാത്ത? മുസ്ലിങ്ങൾക്ക് കേരളത്തെക്കാൾ കൂടുതൽ വലിയ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന പല പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ എന്താ സമരമില്ലാത്തത്? ഈവൻ പശ്ചിമ ബംഗാളിൽ പോലും എന്താ സമരമില്ലാത്തത്? പശ്ചിമ ബംഗാളിൽ ഇപ്പം മമത പറയുന്നത് അതിർത്തി കടന്നു വന്ന മുസ്ലിങ്ങളെ പുറത്താക്കണം എന്ന നിലപാടിലാണ്. ഇല്ലെങ്കിൽ മമതയ്ക്ക് പോലും നിലനിൽപ്പില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കേരളത്തിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംയുക്ത സമര ആഭാസം മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു എതിർപ്പ്. കേരളത്തിന് പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന എല്ലാ ഘടകകക്ഷികളും, അതായത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണ്. അതാണ് കേരളവും കേരളത്തിന് പുറത്തുള്ള സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മുനമ്പത്തേക്ക് വരാം. മുനമ്പം നിവാസികൾക്ക് വലിയ സന്തോഷം കൊടുത്ത ഒരു കാര്യമാണ്, ഒരു നീക്കമാണ് ഈ JPC ഇപ്പോൾ 10-നെതിരെ 16 വോട്ടുകൾക്ക് ഭേദഗതികളോടുകൂടി ആ ബില്ല് പാർലമെന്റിലേക്ക് തിരിച്ചയച്ചത്. അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? മുനമ്പത്തെ സമരം വൈകാതെ അവസാനിക്കുമോ? അവർക്ക് നീതി കിട്ടുമോ? അതോ അവർ കുടിയിറക്കപ്പെടുമോ? മുനമ്പത്തെ നിരാഹാര സമരം ഇന്നലെ നാരങ്ങാനീര് കൊടുത്ത് അവസാനിപ്പിച്ചു. അവർ കേന്ദ്ര ഗവൺമെന്റിന് നന്ദി പറയുകയും ചെയ്തു. അപ്പോ 106 ദിവസം നീണ്ടുനിന്ന റിലേ നിരാഹാര സമരം കേന്ദ്ര ഗവൺമെന്റിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നലെ അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: മുനമ്പം നിവാസികൾ ഈ ഊരാക്കുടുക്കൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശ്വാസ തീരത്ത് അവരെത്തിയിരിക്കുന്നു. തുറന്നു പറഞ്ഞു, BJP ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഒരു സംശയവുമില്ല, മുനമ്പം നിവാസികൾക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. അതിന്മേലുള്ള അവകാശവാദങ്ങളൊക്കെ
LDFും UDFും ഉയർത്തിയ പ്രതിരോധങ്ങൾ മുസ്ലിം ലീഗിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ മാത്രമായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നിപ്പോൾ വ്യക്തമാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നമ്മുടെ ബജറ്റ് സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ അത് ഔദ്യോഗികമായി പറയുകയും ചെയ്തു. ഈ ബജറ്റ് സെഷനിൽ തന്നെ ഈ വഖഫ് നിയമം, ഈ ഭേദഗതി പാസ്സാകുന്നു. എന്താണ് അങ്ങേക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്? ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ വഖഫ് ഭേദഗതി പാസ്സാക്കണം എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന് ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഈ ബില്ലിന്റെ പാസാക്കൽ അടുത്ത സമ്മേളനത്തിലേക്ക് മാറാനാണ് സാധ്യത. അത് പ്രതിപക്ഷമാണ് തീരുമാനിക്കേണ്ടത്. ഭരണപക്ഷം തീർച്ചയായിട്ടും ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് പാസാക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഈ ബജറ്റ് സെഷൻ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, ദിവസങ്ങളല്ല. അപ്പോ അതെ, ബജറ്റ് സെഷന്റെ തുടക്കത്തിൽ തന്നെ തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അതായത് ബജറ്റ് സെഷന്റെ തുടക്കത്തിൽ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് പകരം JPC-ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭണം ഉയർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ ഈ ബജറ്റ് സെഷനിൽ ഈ ബില്ല് പാസ്സാവില്ല. പക്ഷെ അത് പ്രതിപക്ഷത്തിന് വിനയായി തീരും. പ്രതിപക്ഷത്തിനകത്ത് വിള്ളലുണ്ടാകും. ഇന്ത്യ മുന്നണി അതോടെ തകരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണ്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ബജറ്റ് സെഷൻ തുടങ്ങുകയാണ്. ആ ബജറ്റ് സെഷനിൽ ഈ നിയമ ഭേദഗതി ചർച്ചയ്ക്കെടുത്ത് അത് പാസ്സാക്കുമോ ഇല്ലയോ, എങ്ങനെയാണ് അത് മുന്നോട്ട് പോവുക, പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും, അതിനെ ഭരണപക്ഷം എങ്ങനെ നേരിടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കും. എന്തായാലും JPC-യുടെ നീക്കം വളരെ ദ്രുതഗതിയിലായിരുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ അവരെ ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തിയാക്കി ആ ബില്ല് തിരിച്ചു പാർലമെന്റിലേക്ക് ഭേദഗതികളോടുകൂടി അയച്ചിരിക്കുകയാണ്. അത് അവിടെ വോട്ടിനിട്ട് ഭൂരിപക്ഷം നേടി ആ ബില്ല് പാർലമെന്റിൽ വന്നിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.